നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വത്തിക്കാൻ വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തുവിട്ടത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266 പോപ്പായി സ്ഥാനമേറ്റത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി പട്ടികയിലുള്ളത് 10 കർദിനാൾമാരാണ്. 2013 ഫെബ്രുവരി 28 രാജിവെച്ച ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ പിൻഗാമിയായിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് പദവി ഏറ്റെടുത്തത്. ആഗോള ക്രൈസ്തവ സമൂഹത്തിന്റെ പരമാധികാരിയായി 2013 മാർച്ച് 13 ജോർജ് മാരിയോ ബെർഗോളിയോ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജനപ്രീതിയുടെ കാര്യത്തിൽ ഇതുവരെയുള്ള ഒരു പോപ്പിനും ലഭിക്കാത്ത പിന്തുണയാണ് അർജന്റീന സ്വദേശിയായ പോപ്പ് ഫ്രാൻസിസിന് ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി നിരവധി കർദിനാൾമാരുടെ പേരുകൾ ഉയർന്നു കേൾക്കുമ്പോഴും കൂടുതൽ സാധ്യത 10 കർദിനാൾമാർക്കാണ്. ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ പിയട്രോ പരോളിൻ അടുത്ത മാർപ്പാപ്പയാക്കാൻ സാധ്യതയുള്ള പട്ടികയിൽ ഒന്നാമനാണ്. 2014 കർദിനാൾ പദവിയിലെത്തിയ 70-കാരനായ ഇദ്ദേഹം നൈജീരിയ, മെക്സിക്കോ, വെൻസുല എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന കർദിനാൾ നയതന്ത്ര കാര്യങ്ങളിൽ കേമനാണ്. 65-കാരനായ കർദിനാൾ ഫ്രെഡോഡെ അംബാർഗോ ബസുങ്ക മാർപ്പാപ്പ പദവിയിലെത്താൻ സാധ്യതയുള്ള മറ്റൊരു വൈദികനാണ്. എന്നാൽ ആധുനിക ചിന്താഗതികളെ എതിർക്കുകയും പാരമ്പര്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത പറയുകയും ചെയ്യുന്ന കർദിനാൾ കോങ്കോ സ്വദേശിയാണ്. ഡോക്ടർ കൂടിയായ കർദിനാൾ വില്യം ജേക്കബ്സ് നെതർലാൻഡ് സ്വദേശിയാണ്. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങൾ ശക്തമായ യാഥാസ്ഥിക വീക്ഷണങ്ങൾ പേരുകേട്ടയാളാണ് 71-കാരനായ കർദിനാൾ. ബുഡാപെസ്റ്റിൽ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന കർദിനാൾ പീറ്റർ എർദോ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സഭാ നേതാവാണ്. പരമ്പരാഗത കൂദാശകളുടെ പവിത്രത നിലനിർത്തണമെന്ന് വാശി പിടിക്കുന്ന കർദിനാൾ കൂടിയാണ് 72-കാരനായ ഇദ്ദേഹം. ലൂയിസ് ആന്റോണിയ കോങ്കിയോ ടാഗിൽ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഭയെ നയിക്കുന്ന ആദ്യത്തെ ചൈനീസ് ഫിലിപ്പിനോ വ്യക്തിയാകാം. സഭയ്ക്കുള്ളിലെ പുരോഗമന ആശയങ്ങളെ എതിർക്കുകയും പരമ്പരാഗത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന സഭാ നേതാവാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള 67-കാരനായ ഇദ്ദേഹം. പുനർവിവാഹം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങൾ യാഥാസ്ഥിക നിലപാട് സ്വീകരിക്കുന്ന കർദിനാൾ വിം ഐക്ക് നെതർലാൻഡ് സ്വദേശിയാണ്. പരമ്പരാഗത രീതികൾ മടക്കിക്കൊണ്ടു വരണമെന്ന നിലപാടാണ് 71-കാരനായ ഇദ്ദേഹത്തിനുള്ളത്. പീറ്റർ എർദോ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ഇദ്ദേഹം പരമ്പരാഗത കൂദാശകളുടെ പവിത്രത നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന കർദിനാളാണ്. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റെയ്മണ്ട് ബർഗ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങളെ പരസ്യമായി തള്ളിപ്പറയുകയും വിമർശിക്കുകയും ചെയ്യുന്ന വൈദികനാണ്. പരമ്പരാഗത ചിന്തകൾക്കാണ് 76-കാരനായ റെയ്മണ്ട് ബർഗ് മുൻതൂക്കം നൽകുന്നത്. കത്തോലിക്ക സഭയുടെ പരമ്പരാഗത രീതികളെ പിന്തുണയ്ക്കുന്ന കർദിനാളാണ് 78-കാരനായ ഗിനിയ സ്വദേശിയായ റോബർട്ട് സാറ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങളെ പിന്തുണയ്ക്കുന്ന കർദിനാളാണ് ഇറ്റലി സ്വദേശിയായ മാറ്റിയോ സൂപ്പി. ഇറ്റാലിയൻ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റായ 69-കാരനായ സൂഫി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സഭാ നേതാവാണ്. 2022 മുതൽ പൊന്തിഫിക്കൽ അക്കാദമി ഓഫ് സയൻസിന്റെ ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന സഭാ നേതാവാണ് 76-കാരനായ പീറ്റർ ടക്സൺ. സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിലും സഭാ നിലപാടുകൾക്കായി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. വത്തിക്കാനിലെ ദൈവശാസ്ത്ര വൈദഗ്ധ്യത്തിനും അനുഭവ പരിചയത്തിനും പേരുകേട്ടയാളാണ് കാനഡയിൽ നിന്നുള്ള മാർക്ക് ഔവെൽറ്റ്. സഭാ നേതൃത്വത്തിന് ഐക്യം ഉണ്ടാകണമെന്ന് വാദിക്കുന്ന കർദിനാൾ കൂടിയാണ് ഇദ്ദേഹം. ഇനി ഇവരിൽ ആരാകും അടുത്ത പോപ്പെന്ന് കാത്തിരുന്നു കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.